ഹലോ, തമ്പനയിൽ കണ്ട പോലെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വൈറ്റ് കളറിലെ സ്നോ ടൈപ്പുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് ഇതേ നമ്മുടെ പേരയ്ക്കയും ആപ്പിളൊക്കെ മേടിക്കുമ്പോൾ അതുമ്പോൾ പൊതിഞ്ഞ് കിട്ടുന്ന ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അത് മതി കേട്ടോ, വൈറ്റ് കളറിലെ. അപ്പോൾ അതും ഈർക്കിലി മാത്രം മതി, പശയോ വേറെ ഒരു സാധനം നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ആ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെറുത് തുടങ്ങി വലിയ രീതിയിലേക്ക് ഒന്ന് വീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ള സംഭവം കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. നീളത്തിൽ ഒരു 4 കഷ്ണാക്കിയിട്ട് ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു പൊതി കൊണ്ട് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ പറയുന്ന കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണേ, ഒരു ഈർക്കിലീമ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതുപോലെ കുറേ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ക്രിസ്മസ് ട്രീ ആക്കി എടുക്കാം. ഞാനപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മുടെ ചെറിയത് നമ്മൾ മോൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കയറ്റി അങ്ങാടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. മോൾ ഭാഗത്ത് 2 ചെറുത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈർക്കിലിയുടെ കട്ടി കുറഞ്ഞ ഭാഗത്താണ് മുകളിൽ 2 ഇതുപോലെ കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമുക്ക് സൈഡ് വശം ഒന്ന് ഇങ്ങനെ കോണായിട്ടൊന്ന് വെട്ടി കൊടുക്കാം. ട്രീയുടെ മോൾ ഭാഗം ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു വശത്തേക്ക് മുറിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്ക് വേണം ട്വിസ്റ്റ് ചെയ്യണ്ടേ. ഇനി അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ഇതിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, ചെറിയതായിട്ട്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വന്ന രീതിയിൽ നമ്മൾ ഓരോ പീസുകൾ ഇതുപോലെ എടുത്തിട്ട് 1 by 1 ആയിട്ട് അതേ ഇതുപോലെ ഒന്നിടവിട്ട് ഹോളിൽ കൂടി ഇതുപോലെ കയറ്റിയിട്ട് ഓരോന്ന് കയറ്റി കൊടുത്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരുമിച്ച് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ച് കഷ്ണമാക്കാണ്ട് ഒറ്റ ലെയറായിട്ട് ഞാൻ ഒട്ടിച്ച് നോക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ട്വിസ്റ്റ് ചെയ്യാനുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ മുറിച്ചിട്ടാണ് വെച്ച് കൊടുത്തത്. അതാകുമ്പോൾ ഓരോ പീസുകൾ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഒറ്റ പീസായിട്ട് മുറിച്ചിട്ട് വെക്കാണ്ട് ഇതുപോലെ കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈർക്കിലിനകത്തേക്ക് താഴ്വശത്തിൽ കൂടി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫുൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ട്രീൻ്റെ പോലെ നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്കിനി വേണമെങ്കിൽ തെർമോക്കോൾസൊക്കെ കുഞ്ഞു തെർമോക്കോൾസ് ആഡ് ചെയ്യാൻ കുഞ്ഞു സ്റ്റാർസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ ആയിട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ക്രാഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് വരുന്ന സമയത്ത് പുൽക്കൂടിൻ്റെ സൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കാം. വീടിനകത്ത് നമ്മൾ വലിയ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ കുഞ്ഞിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഒരു തെർമോക്കോളിനകത്തേക്ക് ഇത് നിറച്ച് കുത്തിയിട്ട് അതും ഒരു ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെക്കുവാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല വൈറ്റ് കളറിൽ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ പോലെ ആയിട്ടുണ്ട്. ഇനി നിറച്ച് ഇതുപോലെ വലിയൊരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി നമ്മുടെ തെർമോക്കോളിൻ്റെ ഒരു പീസ് മേടിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. കോണ് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, വലുതിൽ നിന്ന് താഴേക്ക് വന്ന രീതിയിൽ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഫ്ലവർ വൈസ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് ആവുന്ന ടൈമിൽ ഞാനിതൊന്ന് ക്രിസ്മസ് ട്രീ ആയിട്ട് അലങ്കരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു ബോട്ടിലാണ്. ആ ബോട്ടിനകത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഡെക്കോറായിട്ട് ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴേക്ക് ഇതൊക്കെ എടുത്തിട്ട് ഞാനൊരു ക്രിസ്മസിന് ഒരു പുൽക്കൂടിൻ്റെ ഒക്കെ സെറ്റാക്കിയിട്ട് ഒരു ക്രിസ്മസ് ട്രീ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഐഡിയ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്മസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഡെക്കോറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്കും ബൈ കൂട്ടുകാരെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തായിട്ട് പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ കൂട്ടുകാരെ. ടേക്ക് കെയർ.